ഹായ് എവരി വൺ, സിമ്പിൾ പി സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ SCERT ചാപ്റ്റർ ക്ലാസ് 10 സോഷ്യൽ സയൻസിൻ്റെ പാഠം 4, 5, 6 എന്നിവയാണ് പഠിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണത്. അതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ 3-ാമത്തെ അധ്യായം പൊതുഭരണം എന്നതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പാഠത്തിൽ തന്നിരിക്കുന്ന ഒരു ബോക്സാണ് പൊതുഭരണം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പാശ്ചാത്യ ചിന്തകനായ എൻ ഗ്ലാഡൻ പറഞ്ഞ വാക്കുകളാണിവ. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നത്. അപ്പോൾ പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നത് എന്ന് പറഞ്ഞത് ആരാണ്? പാശ്ചാത്യ ചിന്തകനായ എൻ ഗ്ലാഡൻ ആണ്. പൊതുഭരണത്തെ വിശകലനം ചെയ്ത് പാശ്ചാത്യ ചിന്തകനായ ഗ്ലാഡൻ്റെ നിർവചനമാണ് നമ്മൾ മുകളിൽ വായിച്ചത്. എന്താണ്? പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ഇതിൽ നിന്നും പൊതുഭരണത്തിൻ്റെ പ്രധാന മേഖല ഗവൺമെൻറ് ഭരണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെ പൊതുഭരണം എന്ന് പറയുന്നു. ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം എന്താണ്? അതൊരു പൊതുഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് പറയാം. ജനക്ഷേമം മുൻനിർത്തിയാണ് അവ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം അല്ലേ? ഗവൺമെൻറ് ഓഫീസുകൾ വഴിയാണ് ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. ഗവൺമെൻറ്റുകൾക്ക് നിലനിൽക്കാനും പ്രവർത്തിക്കാനും ഒരു ഭരണ സംവിധാനം ആവശ്യമാണ്. രാഷ്ട്രം നിലവിൽ വന്നപ്പോൾ മുതൽ പൊതുഭരണത്തിൻ്റെ ചരിത്രവും ആരംഭിക്കുന്നു. ഭരണരീതിക്കനുസരിച്ച് പൊതുഭരണത്തിലും വ്യത്യാസങ്ങൾ കാണാം. രാജഭരണകാലത്ത് രാജാവിൻ്റെ താൽപ്പര്യങ്ങളായിരുന്നു പൊതുഭരണത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളുടെ താൽപ്പര്യങ്ങളാണ് പ്രാധാന്യം നൽകുന്നത്. ജനാധിപത്യ ഭരണം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമവുമായത് പൊതുഭരണ സംവിധാനത്തിലൂടെയാണ്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന സൗജന്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി. ഇവിടെ ഒരു പത്ര കട്ടിങ് പോലെ നമുക്ക് തന്നിട്ടുണ്ട്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യ റേഷൻ, സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ പാഠപുസ്തകം, 2020 എല്ലാവർക്കും പാർപ്പിടം. ഇതൊക്കെ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ വാഗ്ദാനങ്ങളാണ്. പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ജനക്ഷേമം ഉറപ്പാക്കാനുമാണ് പൊതുഭരണത്തിലൂടെ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം ഇവിടെ നമുക്കൊരു ബോക്സായിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു. അപ്പോൾ പൊതുഭരണത്തിൻ്റെ ഒരു പ്രാധാന്യമാണ് ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു. ജനക്ഷേമം ഉറപ്പാക്കുന്നു. ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. അപ്പോൾ പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്ത്, അല്ലെങ്കിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത് എന്ന് നമ്മളോട് പരീക്ഷയ്ക്ക് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ എന്താണ്? ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. ഇവയൊക്കെയാണ് എന്തിൻ്റെ പ്രാധാന്യം? പൊതുഭരണത്തിൻ്റെ പ്രാധാന്യമെന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ ഒരു ഉദ്ധരണിയാണ് ഇവിടെ നമുക്ക് ബോക്സിൽ തന്നിരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക. ഇതാരാണ് പറഞ്ഞത്? മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കുകളാണ്. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിനു മുൻപ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് നമ്മൾ എന്ത് ചെയ്യണം? സ്വയം ഒന്ന് ചോദിക്കണം എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? മഹാത്മാഗാന്ധി പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഒരു പാവപ്പെട്ടവന് എങ്ങനെ പ്രയോജനപ്പെടും, അല്ലെങ്കിൽ ആ പാവപ്പെട്ട ആൾക്ക് എങ്ങനെ അത് സഹായകമാകുമെന്ന് നമ്മൾ ഏതൊരു പ്രവൃത്തിയും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചിന്തിക്കണം എന്നാണ് ആര് പറയുന്നത്? മഹാത്മാഗാന്ധി പറയുന്നത്. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയം ഇന്ത്യയിലെ പൊതുഭരണ കാഴ്ചപ്പാടിനെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. ഇതിൻ്റെ പരിണിത ഫലമായാണ് പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് രൂപം നൽകിയത്. അപ്പോൾ ഗാന്ധിജിയുടെ ആശയമാണ് എന്ത്? ഗ്രാമസ്വരാജ് എന്ന് പറയുന്നത്.
പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിടുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം എന്താണ്? എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കണം. അതുപോലെ തന്നെ കൂടുതൽ പരിരക്ഷയും പരിഗണനയും വേണ്ടവർക്ക് പ്രത്യേകമായ പരിരക്ഷയും പരിഗണനയും നമ്മൾ കൊടുക്കണം. അപ്പോൾ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗാന്ധിജി. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൽ നിന്നും രൂപം കൊണ്ട സ്ഥാപനങ്ങളാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ. നമുക്ക് ഈ തന്നിരിക്കുന്ന ഭാഗവുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസും കൂടെയാണ് കേട്ടോ നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കേണ്ടവർ നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കണം. കാരണം ഈ ഓരോ സെൻറ്റൻസുകളിൽ നിന്നും നമുക്കുള്ള ഓരോ ക്വസ്റ്റ്യൻസാണത്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗാന്ധിജി. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൽ നിന്നും രൂപം കൊണ്ട സ്ഥാപനങ്ങളാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ. അടുത്ത ഹെഡിങ് ഉദ്യോഗസ്ഥ വൃന്ദം, ബ്യൂറോക്രസി. എന്താണ് ഉദ്യോഗസ്ഥ വൃന്ദം? ജനക്ഷേമം ലക്ഷ്യമിട്ട് ഗവൺമെൻറ്റുകൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് ഇവിടെ താഴെ കുറച്ച് വാർത്താ ഹെഡിങ്ങുകളായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ഗവൺമെൻറ്റിനെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നതും നടപ്പിലാക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥ സമൂഹത്തിന് രൂപം നൽകിയിരിക്കുന്നു. പ്രാദേശിക തലം മുതൽ കേന്ദ്ര തലം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പൊതുഭരണ സംവിധാനത്തിന് രൂപം നൽകിയിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ധാരാളം ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഉദ്യോഗസ്ഥർ വഴിയാണ്. അപ്പോൾ എന്താണ്? ഗവൺമെൻറ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നത് ആരാണ്? ഉദ്യോഗസ്ഥരാണ്. ഗവൺമെൻറ്റിനെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും രൂപം നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥ സമൂഹത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിനു കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ എന്തു പറയുന്നു? ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് വിളിക്കുന്നു. രാജ്യത്തിൻ്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് രാഷ്ട്രം പുരോഗമിക്കുന്നത്. ഇവയെ ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പൊതുവായ ചില സവിശേഷതകളുണ്ട്. അവ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ശ്രേണീപരമായ സംഘാടനം. എന്താണ് ആദ്യത്തേത്? ശ്രേണീപരമായ സംഘാടനം. അപ്പോൾ ഈ ശ്രേണീപരമായ സംഘാടനം എന്നതിൽ എന്താണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരും തോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതി, ഇത് ശ്രേണീപരമായ സംഘാടനം എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് സ്ഥിരത. ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും. യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം. വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത്. രാഷ്ട്രീയ നിഷ്പക്ഷത. ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. കക്ഷി രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല. അതായത് അവർ നിഷ്പക്ഷമായി പ്രവർത്തിക്കണം. അപ്പോൾ ഏത് രാഷ്ട്രീയക്കാർ വന്നാലും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കാൻ പാടില്ല. അവർ എങ്ങനെയായിരിക്കണം? നിഷ്പക്ഷമായിട്ട് വേണം ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ. വൈദഗ്ധ്യം. ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തൊഴിലിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കണം. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ ചോദിച്ചാൽ ശ്രേണീപരമായ സംഘാടനം, സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്.
ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തൊക്കെയാണ്? ശ്രേണീപരമായ സംഘാടനം, സ്ഥിരത, വൈദഗ്ധ്യം, യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, ഇവയൊക്കെയാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളായി പറയുന്നത്. ഉദ്യോഗസ്ഥ വൃന്ദം ഇന്ത്യയിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഗവൺമെൻറ് സർവീസ് നിയമനത്തിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിക്കാറുണ്ട് അല്ലേ? അപ്പോൾ വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രാരംഭ നടപടിയായിട്ടാണ് PSC വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. തുടർന്ന് മത്സര പരീക്ഷ നമുക്കറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ യോഗ്യരായവരെ തിരഞ്ഞെടുത്ത് വിവിധ ഗവൺമെൻറ് ഓഫീസുകളിൽ നിയമിക്കുന്നു. ഇത്തരത്തിൽ നിയമിക്കപ്പെടുന്നവരെല്ലാം ഇന്ത്യയിൽ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യയുടെ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. ഇന്ത്യയിലെ സിവിൽ സർവീസിൻ്റെ വർഗീകരണത്തിൻ്റെ ഒരു ചാർട്ട് നമുക്ക് ഈ പാഠത്തിൽ തന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ സിവിൽ സർവീസ്, അതിൽ 3ആയിട്ടാണ് ഇന്ത്യൻ സിവിൽ സർവീസിനെ തിരിച്ചിരിക്കുന്നത്. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. അഖിലേന്ത്യാ സർവീസ്, ഓൾ ഇന്ത്യ സിവിൽ സർവീസ് എന്താണ്? ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. ഉദാഹരണത്തിന് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IAS അല്ലെങ്കിൽ IPS, ഇന്ത്യൻ പോലീസ് സർവീസ്. കേന്ദ്ര സർവീസ്, സെൻട്രൽ സർവീസ് ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. അപ്പോൾ കേന്ദ്ര സർവീസിലുള്ളവരെ എങ്ങനെയാണ്? ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു, പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരം വരുന്ന, അതായത് ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്, അങ്ങനെയുള്ള ഭരണവകുപ്പുകളിലാണ് നിയമിക്കുന്നത്. സംസ്ഥാന സർവീസ്, സ്റ്റേറ്റ് സർവീസ് സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഉദാഹരണത്തിന് സെയിൽസ് ടാക്സ് ഓഫീസർ. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ് 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്, അതായത് UPSC. കമ്മീഷൻ്റെയും ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ UPSC കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുവാൻ വിപുലമായ സംവിധാനങ്ങൾ UPSCക്കുണ്ട്. അപ്പോൾ എന്താണ്? കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കുമുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് UPSC വഴിയാണ്. UPSCയിലെ ചെയർമാനെയും അധ്യക്ഷനെയും ഒക്കെ നിയമിക്കുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് അതത് സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഗവർണറാണ് PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. അപ്പോൾ എന്താണ്? ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ വരുമ്പോൾ രാഷ്ട്രപതിയും സംസ്ഥാനത്തിൽ വരുമ്പോൾ ആരാണ് നിയമിക്കുന്നത്? ഗവർണറാണ് നിയമിക്കുന്നത്. UPSC PSC ഭരണഘടനാ നിയമത്തെ അടിസ്ഥാനമാക്കി നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ PSCയും UPSC ഒക്കെ എന്താണ്? അത് ഭരണഘടനാ സ്ഥാപനമാണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പ്രധാന സവിശേഷതകളിലൊന്നായ ശ്രേണീപരമായ സംഘാടനം ഭരണതലത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം സൃഷ്ടിക്കാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനും പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം എളുപ്പത്തിൽ ലഭിക്കാനും വേണ്ടി ഗവൺമെൻറ് ചില നടപടികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഭരണ നവീകരണം ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെൻറ്റുകൾ പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇവ ഭരണ നവീകരണം എന്നറിയപ്പെടുന്നു. ഭരണവും
കാര്യക്ഷമവും ജനസൗഹൃദപരവുമാക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭരണ നവീകരണം എന്ന് വെച്ചാൽ എന്താണ്? ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെൻറ്റുകൾ സ്വീകരിക്കുന്ന നടപടികളാണ് ഭരണ നവീകരണം എന്ന് അറിയപ്പെടുന്നത്. അപ്പം ഭരണം കൂടുതൽ കാര്യക്ഷമമാക്കുകയും ജനസൗഹൃദപരവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ തലത്തിൽ സംസ്ഥാന തലത്തിലും ഭരണപരിഷ്കാര കമ്മീഷനുകളും രൂപീകരിക്കാറുണ്ട്. അപ്പോൾ ഈ ഭരണ നവീകരണം ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ ഒരു പ്രധാന പരിഷ്കാരമാണ് ഇ ഗവേണൻസ്. എന്താണ് ഇ ഗവേണൻസ്? സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെൻറ് പദ്ധതി. എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവുമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി. അതാണ് എന്ത്? ഇ ഗവേണൻസ്. അപ്പം ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത് എന്താണ്? അതാണ് ഇ ഗവേണൻസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളോട് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നാം കൈവരിച്ച പുരോഗതി ഭരണരംഗത്തും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഇ ഗവേണൻസ്. ഇത് ഗവൺമെൻറ് സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ലഭ്യമാക്കുന്നതിന് സഹായകമായി. എന്തൊക്കെയാണ് നമുക്ക് ഇ ഗവേണൻസിന് ഉദാഹരണം? ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഏകജാലക അപേക്ഷ, വിവിധ സ്കോളർഷിപ്പുകൾക്കായുള്ള ഓൺലൈൻ അപേക്ഷ തുടങ്ങിയവ ഇ ഗവേണൻസിന് ഉദാഹരണങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ ഇ ഗവേണൻസ് സേവനങ്ങൾ നമ്മളൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ്. ഇ ഗവേണൻസിൻ്റെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രങ്ങൾ അല്ലേ. വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം. സേവനത്തിനായി സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ടതില്ല. സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു. ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിൻ്റെ ഗുണമേന്മയും ഇതിലൂടെ നമുക്ക് വർദ്ധിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇൻ്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവ് അതാണ് ഈ സാക്ഷരത എന്ന് അർത്ഥമാക്കുന്നത്. ഈ ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. ജനങ്ങളെ ഈ സാക്ഷരരാക്കുക എന്നതും അക്ഷയ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യമാണ്. ഇൻ്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് ഈ സാക്ഷരത. ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത് എന്താണ്? ഇ ഗവേണൻസ് എന്നതാണ് അതിൻ്റെ ഉത്തരം. അടുത്തതാണ് അറിയാനുള്ള അവകാശം, റൈറ്റ് ടു ഇൻഫർമേഷൻ. വിവരാവകാശ പ്രകാരം ഇവിടെ ഒരു അപേക്ഷയാണ് നമുക്ക് തന്നിരിക്കുന്നുള്ളത്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഏതൊരു സർക്കാർ സ്ഥാപനത്തിലും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് അറിയാൻ സാധിക്കും. ഇതിനുള്ള അവസരം ഒരുക്കിയത് 2005 വിവരാവകാശ നിയമമാണ്. അപ്പോൾ 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2005. രാജ്യത്തെ പൗരന്മാർക്ക് എല്ലാം എന്താണ്? അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമമാണ് വിവരാവകാശ നിയമം 2005. നിലവിൽ വന്നത് 2005. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടന നടത്തിയ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമ നിർമ്മാണത്തിലേക്ക് നയിച്ചത്. അപ്പോൾ വിവരാവകാശ നിയമം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന ഏതാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ഈ സംഘടനയാണ് വിവരാവകാശ നിയമം പ്രാവർത്തികമാകുന്നതിന് വേണ്ടി പ്രവർത്തിച്ചത്. വിവിധ സംഘടനകളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും ഇടപെടലുകളും 2005 വിവരാവകാശ നിയമത്തിന് വഴിയൊരുക്കി. ഇത് രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു.
അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ഈ നിയമങ്ങൾ ലക്ഷ്യമിടുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ? അഴിമതി നിയന്ത്രിക്കുക, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുക, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക. ഇവയൊക്കെയായിരുന്നു വിവരാവകാശ നിയമം ലക്ഷ്യമിട്ടത്. കൂടാതെ പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കാനും ഈ നിയമത്തിലൂടെ കഴിയുന്നു. അപ്പോൾ വിവരാവകാശ കമ്മീഷൻ, ഇൻഫർമേഷൻ കമ്മീഷൻ, വിവരാവകാശ നിയമപ്രകാരം അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. അപ്പം കേന്ദ്ര തലത്തിലും ഉണ്ട്, സംസ്ഥാന തലത്തിലും ഉണ്ട് വിവരാവകാശ കമ്മീഷൻ. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിലുണ്ട്. അപ്പം മുഖ്യ വിവരാവകാശ കമ്മീഷണറും ഉണ്ട്, അതുകൂടാതെ 10 കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിലുണ്ട്. അപ്പം വിവരാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ ചോദിച്ചാൽ 11. ഒരു വിവരാവകാശ കമ്മീഷണറും 10 കവിയാത്ത അംഗങ്ങളുമാണ് വിവരാവകാശ കമ്മീഷനിലുണ്ടാവുക. നാം ആവശ്യപ്പെട്ട വിവരങ്ങൾക്ക് കൃത്യസമയത്തിനകം മറുപടി തരാതിരിക്കുകയോ നിരസിക്കുകയോ അപൂർണമായതോ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ മറുപടി തരികയോ ആണെങ്കിൽ വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാവുന്നതാണ്. ഇത് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നതുവരെ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനുമേൽ 250 രൂപ വീതം പിഴ ചുമത്താൻ കമ്മീഷൻ അധികാരമുണ്ട്. അപ്പോൾ നമ്മളിപ്പം വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ സമർപ്പിച്ചു നമുക്ക് വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതിനുള്ള മറുപടി അവ്യക്തമോ അപൂർണമോ തെറ്റായതോ ആണ് തരുന്നതെങ്കിൽ, നമുക്ക് തൃപ്തികരമല്ലാത്ത ഒരു ഉത്തരമാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പരാതിപ്പെടാൻ സാധിക്കും. അപ്പോൾ ഈ കമ്മീഷന് ഈ നമ്മൾ കൊടുക്കുന്ന പരാതി ജെനുവിനാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഈ കമ്മീഷൻ എന്ത് നൽകാം? നമുക്ക് ആ ഉദ്യോഗസ്ഥൻ അതിൻ്റെ കറക്റ്റ് വിവരങ്ങൾ നൽകുന്നത് വരെ ഓരോ ദിവസവും എത്ര രൂപ വീതം പിഴ ഈടാക്കുന്നു? 250 രൂപ വീതം പിഴ ഈടാക്കുന്നു. ഇവിടെ ഒരു ബോക്സിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ, അതായത് എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് ഓഫീസുകളിൽ നിന്നും ശേഖരിക്കാം, എന്തൊക്കെ ശേഖരിക്കാൻ കഴിയില്ല എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരം തന്നിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലറുകൾ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, സ്ഥിതിവിവരക്കണക്കുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇമെയിൽ പൊതു അധികാരികൾക്ക് ലഭ്യമാവുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവ പൊതുവിവരത്തിൽ പെടും. ഈ വിവരങ്ങൾ അറിയാനുള്ള അവകാശം എന്നത് സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിനും പകർപ്പ് അവകാശപ്പെടുന്നതിനുമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെയാണ് നമുക്ക് എന്ത് ആവശ്യപ്പെടാൻ സാധിക്കുന്നത്? വിവരാവകാശ നിയമപ്രകാരം ഇതിൻ്റെ പകർപ്പ് നമുക്ക് ആവശ്യപ്പെടാൻ കഴിയുന്നത്. എന്നാൽ രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ തുടങ്ങിയ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് എന്തൊക്കെയാണ് ചോദിക്കാൻ കഴിയില്ലാത്തത്? രാജ്യസുരക്ഷയെയും രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, അതുപോലെ തന്നെ കോടതി പരിഗണനയിലിരിക്കുന്ന ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, വ്യക്തിയുടെ ജീവനും സ്വത്തിനും ഭീതി ഉളവാക്കുന്ന കാര്യങ്ങൾ, ഇവയൊന്നും നമുക്ക് വിവരാവകാശ പ്രകാരം അപേക്ഷ വച്ചാൽ നമുക്ക് ലഭ്യമാകുന്നതല്ല. അപ്പോൾ അടുത്താണ് സേവനാവകാശം. സേവനാവകാശം എന്താണെന്ന് നോക്കാം. സർക്കാർ ഓഫീസുകളിൽ കാണിക്കുന്ന ഒരു ബോർഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ സേവനങ്ങളാണ് ഒരു സർക്കാർ ഓഫീസിൽ നിന്നും ലഭിക്കുക എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നു.
അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം പൗരന് നൽകിയില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ പിഴ കൊടുക്കണമെന്ന വ്യവസ്ഥയും നിയമത്തിലുണ്ട്. സേവനാവകാശ നിയമപ്രകാരം എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും സഹായിക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ടാകും. പൊതുസമൂഹത്തിൻ്റെ നിരന്തരമായ ഇടപെടലും ആവശ്യവും പരിഗണിച്ച് പൊതുഭരണം കാര്യക്ഷമമാക്കുന്നതിന് മറ്റ് നടപടികളും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സേവനാവകാശ നിയമം എന്ന് വെച്ചാൽ എന്താ? സർക്കാർ സേവനങ്ങൾ കൃത്യമായി ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന ഒരു നിയമമാണ്. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ സേവനാവകാശ നിയമം അനുശാസിക്കുന്നു. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം പൗരന് നൽകിയില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥര് പിഴ എടുക്കണമെന്ന് വ്യവസ്ഥ പറയുന്നുണ്ട്. കേരളത്തിൽ ഈ സേവനാവകാശ നിയമം നിലവിൽ വന്നതെന്ന 2012 നവംബർ 1. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 1. അപ്പം സേവനാവകാശ നിയമം നിലവിൽ വന്നതെന്നാണ് 2012 നവംബർ 1. അപ്പോൾ നമുക്ക് ഈ വിവരാവകാശ നിയമം നിലവിൽ വന്നതെന്നാണ്? അത് വിവരാവകാശം 2005. ഏത് സംഘടനയാണ്? മസ്തൂർ കിസാൻ ശക്തി സംഗതൽ. മസ്തൂർ കിസാൻ ശക്തി സംഗതൽ. ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കും എക്സാമിന്. നമുക്ക് ചിലപ്പം MKSS എന്ന് തരും. എന്താണ് മസ്തൂർ കിസാൻ ശക്തി സംഗതൻ? എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഓക്കെ. ലോക്പാലും ലോകായുക്തയും. ഭരണതലത്തിൽ, ഉദ്യോഗസ്ഥ തലത്തിൽ, രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. അപ്പം എന്താണ്? ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും അഴിമതി തടയുന്നതിനായി ഇന്ത്യയിൽ നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും ലോക്പാലിന് അധികാരമുണ്ട്. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. അപ്പം ദേശീയ തലത്തിലാണെങ്കിൽ ലോക്പാലും സംസ്ഥാന തലത്തിലാണെങ്കിൽ അത് ലോകായുക്തയുമാണ്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ലോക്പാലും ലോകായുക്തയും ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോക്പാൽ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അജയ് മണിക്റാവു ഖാൻവിൽക്കർ ആണ്. ആരാണ് ഇപ്പോഴത്തെ നമ്മുടെ ലോക്പാൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അജയ് മണിക്റാവു ഖാൻവിൽക്കർ. ആരാണ് ഇപ്പോഴത്തെ ലോക്പാൽ? അജയ് മണിക്റാവു ഖാൻവിൽക്കർ. ഇതെന്താണ്? ഇത് നമ്മളോട് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആരാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോക്പാൽ എന്ന് ചോദിച്ചാൽ ആരാണ്? അജയ് മണിക്റാവു ഖാൻവിൽക്കർ ആണ്. ഇനി നമ്മുടെ ആദ്യത്തെ ലോക്പാൽ ആരാണെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? ദ ഫസ്റ്റ് ലോക്പാൽ ആരാണെന്ന് ചോദിച്ചാൽ പിനാക്കി ചന്ദ്ര ഘോഷ്. ആരാണ്? പിനാക്കി ചന്ദ്ര ഘോഷ്. അപ്പം ഇപ്പോഴത്തേത് അജയ് മണിക്റാവു ഖാൻവിൽക്കറും ആദ്യത്തേത് ആരാണ്? പിനാക്കി ചന്ദ്രഘോഷുമാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ആരാണ് ഇപ്പോഴത്തെ ലോകായുക്ത? നമ്മുടെ ഇപ്പോഴത്തെ ലോകായുക്ത ആരാണ്? N അനിൽകുമാർ ആണ് ഇപ്പോഴത്തെ നമ്മുടെ ലോകായുക്ത എന്ന് പറയുന്നത്. N അനിൽകുമാർ. ആരാണ് ഇപ്പോഴത്തെ നമ്മുടെ ലോകായുക്ത? N അനിൽകുമാർ. N അനിൽകുമാറാണ് ഇപ്പോഴത്തെ ലോകായുക്ത എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഫസ്റ്റ് ലോകായുക്ത ആരായിരുന്നു? ഫസ്റ്റ് ലോകായുക്ത നമുക്ക് നോക്കാം.
അപ്പോൾ ഫസ്റ്റ് ലോകായുക്ത വി അനിൽകുമാറും ആദ്യത്തെ ലോകായുക്ത ആരാണെന്ന് ചോദിച്ചാൽ അത് PC ബാലകൃഷ്ണ മേനോനായിരുന്നു. ആദ്യത്തെ ലോകായുക്ത ആരായിരുന്നു? PC ബാലകൃഷ്ണ മേനോൻ. അപ്പോൾ ആദ്യത്തെ ലോക്പാൽ ആരാണ്? പിനാകി ചന്ദ്ര ഘോഷ്. ഇപ്പോഴത്തെ ലോക്പാൽ ആരാണ്? അജയ് മണിക് റാവു. ആൻഡ് ഫസ്റ്റ് ലോകായുക്ത ആരാണ്? PC ബാലകൃഷ്ണ മേനോൻ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ കേരള ലോകായുക്ത എന്ന് പറയുന്നത് ആരാണ്? N അനിൽകുമാർ ആണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും ഇത്തരത്തിലുള്ള ബോർഡുകൾ കാണാം. എന്താണത്? അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. എന്താണ്? അഴിമതി തടയുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1964. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത് 1964 കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിന് വേണ്ടിയാണ് ഇതിന് രൂപം നൽകിയിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിനാണ് എന്തിന് രൂപം നൽകിയിരിക്കുന്നത്? ദേശീയ തലത്തിൽ രൂപം നൽകിയത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഇപ്പം ക്വസ്റ്റ്യനാണത്. കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയത് സെൻട്രൽ വിജിലൻസ് കമ്മീഷനാണ്. വർഷം 1964. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ തലപ്പത്ത് ഒരു വിജിലൻസ് കമ്മീഷണറുണ്ട്. അതുപോലെ എല്ലാ വകുപ്പുകളിലും മുഖ്യ വിജിലൻസ് ഓഫീസറും പ്രവർത്തിച്ചിരുന്നു. വിജിലൻസ് കേസുകളിൽ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയാണ് കമ്മീഷൻ്റെ ചുമതല. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ മാതൃകയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ്റെ ചുമതല. വിജിലൻസ് കേസുകളിൽ ഒത്തുതീർപ്പ് കൽപ്പിക്കുന്നതിന് വിജിലൻസ് കോടതി ആവശ്യമുണ്ട്. അടുത്തതാണ് ഓംബുഡ്സ്മാൻ. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുഭരണത്തിൻ്റെ ഭാഗമാണെന്ന് കണ്ടല്ലോ. അവർ അഴിമതിയോ സ്വജനപക്ഷപാതമോ ദുർവിനിയോഗമോ ചുമതലകളിൽ വീഴ്ചയോ വരുത്തിയാൽ അതിനെതിരെ പരാതി നൽകാം. അതിനുള്ള മറ്റൊരു സംവിധാനമാണ് ഓംബുഡ്സ്മാൻ. സർവീസിൽ നിന്നും വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്. അപ്പോൾ ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത് ആരെയാണ്? സർവീസിൽ നിന്നും വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെ. ജനങ്ങൾക്ക് നേരിട്ട് പരാതിയുമായി ഓംബുഡ്സ്മാനെ സമീപിക്കാം. പരാതി ലഭിച്ചാൽ ആരെയും വിളിച്ചു വരുത്തി അന്വേഷണം നടത്താൻ നടപടി ശുപാർശ ചെയ്യാനും അദ്ദേഹത്തിന് അധികാരമുണ്ട്. അപ്പം ഓംബുഡ്സ്മാൻ ഒരു പരാതി കിട്ടിയാൽ ആ പരാതിക്കാരനെ അല്ലെങ്കിൽ ആ പരാതി നൽകിയ ആർക്കെതിരെയാണോ പരാതി നൽകിയത് അവരെ വിളിച്ചു വരുത്തി അന്വേഷണം നടത്താനും നടപടി ശുപാർശ ചെയ്യാനും അധികാരമുണ്ട്. ബാങ്കിംഗ് രംഗത്ത് ഇടപെടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമായാണ് ഓംബുഡ്സ്മാൻ ആരംഭിച്ചത്. ജനങ്ങൾ വൈകി നൽകുന്നതും സേവനം ലഭിക്കാനുമുള്ള ഒരാളുടെ അവകാശം നിഷേധിക്കുന്നതും സേവനത്തെ ഔദാര്യമാക്കുന്നതും ആധുനിക സമൂഹത്തിൽ അഴിമതിയായാണ് കണക്കാക്കുന്നത്. സർക്കാർ സേവനങ്ങൾ ആരുടെയും ഔദാര്യമല്ലെന്ന് പൊതുജനങ്ങളുടെ അവകാശമാണെന്നുമുള്ള കാഴ്ചപ്പാട് ഇന്നും നമ്മുടെ പൊതുഭരണത്തിന് നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു ഔദാര്യം അല്ലാണ് തരുന്നത്, അതെന്താണ്? അവർ നമുക്ക് സേവനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പൊതുഭരണം എത്ര വനമാണ്? പൊതുഭരണ പ്രാധാന്യം, ഉദ്യോഗസ്ഥ വൃന്ദം, ഭരണ നവീകരണം. ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ 3 തരമാണ്: അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. ഇനി ഭരണ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഗവേണൻസ് ഉണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് നമുക്കത് ലഭ്യമാകുന്നത്. ദെൻ സേവനാവകാശം ഏത് വർഷമാണ്? 2012 നവംബർ 1. അതുപോലെ തന്നെ ലോക്പാൽ, ലോകായുക്ത, ഓംബുഡ്സ്മാൻ, കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നവയാണ്. ക്ലാസ് എല്ലാവരും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ആദ്യത്തെ ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് നോക്കിയാലും നിങ്ങൾക്ക് കാണാവുന്നതാണ് SCERTയുടെ മറ്റ് ചാപ്റ്ററുകൾ. അപ്പോൾ
ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് വരുന്ന അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. താങ്ക് യു ഓൾ.